ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിലൊരു കിടിലൻ വിജയം സ്വന്തമാക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2-നെതിരെ 4 ഗോളുകൾക്കാണ് സെൽറ്റ വിഗോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റോബർട്ട് ലെവൻഡോസ്കി, റാഷ്ഫോർഡ്, ലാമിൻ യമാൽ എന്നിവരൊക്കെയാണ് ഈ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. ഹാട്രിക് നേടാൻ ലെവൻഡോസ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 10ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോള്, പിന്നീട് 37ാമത്തെ മിനിറ്റിലും 73ാമത്തെ മിനിറ്റിലും റാഷ്ഫോർഡിന്റെ അസിസ്റ്റുകളിൽ നിന്നാണ് അദ്ദേഹം ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ലെവൻഡോസ്കി 3 ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. കൂടാതെ ലാമിൻ യമാലും ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് ബാഴ്സ 4 ഗോളുകൾ നേടിയത്. സെൽറ്റ വിഗോ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഏതായാലും ഇതോടുകൂടി റയലുമായുള്ള അകലം കുറക്കാൻ ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ റയലും ബാഴ്സയും തമ്മിൽ 3 പോയിന്റിന്റെ അന്തരം മാത്രമാണ് ഉള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റാണ് റയലിനുള്ളത്. ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റ് അവർക്കുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. അത് ബാഴ്സക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. ഏതായാലും ഹാട്രിക്കോട് കൂടി നെയ്മർ ജൂനിയറെ മറികടക്കാൻ ലെവൻഡോസ്കിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ബാഴ്സക്ക് വേണ്ടി കരിയറിൽ ആകെ 105 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ആ ഒരു കണക്ക് ലെവൻഡോസ്കി ഇപ്പോൾ മറികടന്നു. 107 ഗോളുകൾ ബാഴ്സയ്ക്ക് വേണ്ടി പൂർത്തിയാക്കാൻ ലെവൻഡോസ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തകർപ്പൻ പ്രകടനമാണ് ലെവൻഡോസ്കി ഇപ്പോൾ ഈ ഒരു ക്ലബിന് വേണ്ടി പുറത്തെടുക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.